വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് ആൻഡ് റോൾ. ഇന്ന് ഞാനിവിടെ പാവയ്ക്ക പച്ചമാങ്ങ മപ്പാസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിന് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങയുടെ 2 പുള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി ഒരു 4 ചുവന്നുള്ളി, ഒരു വലിയ പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരണ്ടിയതാണിത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയുടെ പാലെടുക്കണം. അതുപോലെ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് വരണം. അപ്പോൾ ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാവയ്ക്കയുടെ കയ്പ്പ് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിഴിഞ്ഞെടുത്തതാണിത്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി, മുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് നല്ലോണം തിരുമ്മി കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ എല്ലാം കൂടി ഒന്ന് തിരുമ്മി വയ്ക്കാം. അപ്പോൾ നമ്മൾ മസാലപ്പൊടി എല്ലാം തിരുമ്മി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പാവയ്ക്ക മസാല പുരട്ടി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കിതിട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ പാവയ്ക്ക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2ാം പാൽ ഒരു 300 ml 2ാം പാലുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് നമുക്കിത് നല്ലവണ്ണം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചാറൊന്ന് പറ്റുകയും ചെയ്യും, മാങ്ങയും പാവയ്ക്കും ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. മൂടി വയ്ക്കാം നമുക്ക്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ാം പാൽ ഒഴിച്ച് കഴിയുമ്പോൾ അത് തിളയ്ക്കുന്ന വരെയും തീ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഇത് നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. 1ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം നേരം തിളയ്ക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ തീ നമുക്ക് ഓഫാക്കാം. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അത് കൂട്ടോ കുറയ്ക്കുകയൊക്കെ നിങ്ങളുടെ ഇഷ്ടം.
അപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചമാങ്ങ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്